അർജുനെ കാണാതെ 8ാം നാൾ. ഷിരൂരിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. റഡാർ സിഗ്നൽ ലഭിച്ച ഇടത്ത് ലോറി കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് നിരാശയായിരുന്നു. പുഴയിൽ നീരൊഴുക്ക് ശക്തമാണ് എന്നത് തിരച്ചിലിന് പ്രതിസന്ധിയാണ്. പുഴയിൽ നിന്ന് മണ്ണ് നീക്കാനുള്ള ഉപകരണങ്ങൾ എത്തിക്കുമെന്ന് കാർവാർ MLA ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും സതീഷ് സെയിൽ പറഞ്ഞു. അതിനിടെ അർജുനെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു. But the problem is from the sea. Now the weather is rough. It is very difficult to bring the dredger inside to the river. And from Port Goa or from Port Mangalore, it is not feasible to bring now in this weather. Weather is rough. If the port department is allowing, definitely I will bring the dredger also. I am trying to get the dredger, but the problem is from the sea. Now the weather is rough. It is very difficult to bring the dredger inside to the river. And from Port Goa or from Port Mangalore, it is not feasible to bring now in this weather. Weather is rough. വിവരങ്ങളുമായി PK സരീഷ് ചേരുന്നു. സരീഷ്, ഈ ദേശീയപാതയിലെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ ദേശീയപാതയിലെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് കഴിഞ്ഞു. കാരണം രാവിലെയൊക്കെ രഞ്ജിത്ത് അടക്കം പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ 80% മണ്ണ് മാത്രമേ നീക്കം ചെയ്തിട്ടുള്ളൂ, മറ്റു സ്ഥലങ്ങളിലെ മണ്ണ് നീക്കം ചെയ്തിട്ടില്ല എന്ന് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം 8ാം നാൾ അവസാനിക്കുമ്പോൾ അതെല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞോ? പുഴയിലെ തിരച്ചിൽ അതിൽ എന്തെങ്കിലും തരത്തിലൊരു ലീഡ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു എന്നൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഈ തിരച്ചിൽ സംഘത്തിന് കുറച്ചും കൂടി എളുപ്പമാകില്ലേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ? എട്ടാം നാളും പ്രതീക്ഷയോടെ തന്നെയാണ് ഈ തിരച്ചിൽ ആരംഭിച്ചത്. ഇന്നലെയാണ് സൈന്യം ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അത് വാഹനം നേരത്തെ നിർത്തിയിട്ടിരുന്ന സ്ഥലത്തു നിന്നും 40 മീറ്റർ അകലെ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ ഇടപെടൽ വേണം എന്ന് സൈന്യം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വളരെ പ്രതീക്ഷയോടെയാണ് ഈ പുഴയ്ക്ക് സമീപത്തായുള്ള മേഖലയിൽ പരിശോധന ആരംഭിച്ചത്. ആ പരിശോധന വൈകിട്ട് വരെ നീണ്ടു നിന്നെങ്കിലും ഗുണകരമായ ഒരു തീരുമാനവും അല്ലെങ്കിൽ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ ഒരു കാര്യം. അവിടെ രാവിലെ മുതൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് നടന്നത്. കൃത്യമായി ഈ 2 ഇറ്റാച്ചികൾ ഉപയോഗിച്ച് ഒരേ സമയം പ്രവർത്തനം നടത്തുന്നു. അതോടൊപ്പം തന്നെ ചില JCBകൾ കരയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും നടന്നുകൊണ്ടിരുന്നു. കാരണം ഇത്തരത്തിൽ ഭാരമുള്ള വാഹനം ഈ മേഖലയിലേക്ക്, അതായത് കരയും പുഴയും ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭാരമേറിയ വാഹനങ്ങൾ അതിലേക്ക് പ്രവേശിപ്പിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ JCBകൾ റോഡിൽ നിന്ന് മണ്ണ് നീക്കുന്ന പ്രവൃത്തിയായിരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിലെല്ലാം നടന്നുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ദേശീയപാത വീണ്ടും തുറന്നു കൊടുക്കുന്നതിന് അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും മണ്ണ് നീക്കുന്ന പ്രവൃത്തികളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് രഞ്ജിത്ത് ആദ്യ മണിക്കൂറിൽ പറഞ്ഞത് ഇപ്പോഴും മണ്ണ് കൂടിക്കിടപ്പുണ്ട് ഇടതുഭാഗത്ത്, അതുകൂടി നീക്കണമെന്നാണ്. പക്ഷേ അത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് എന്തായാലും നാഷണൽ ഹൈവേയോ അല്ലെങ്കിൽ അധികൃതരോ പോകുന്നില്ല. റോഡിലും ഒപ്പം തന്നെ റോഡിന് സമീപത്തുള്ള ചില മീറ്ററുകൾ അകലെ വരെയുള്ള മണ്ണ് മാത്രം നീക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ്. ഇത് ഏതാണ്ട് പൂർത്തിയാവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അവിടെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇനി ഒരുപക്ഷെ 7 മണി കഴിയുന്നതോടെ എന്തായാലും അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ നോക്കിയത് ഈ പുഴയും കരയും ചേർന്ന് നിൽക്കുന്ന, അതായത് ഈ അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ നിന്നിരുന്ന അതിന് തൊട്ടു പിന്നിലായുള്ള സ്ഥലത്താണ് ഇന്നലെയൊക്കെ സിഗ്നൽ കണ്ടെത്തിയത്. അവിടെ തന്നെയാണ് കാര്യക്ഷമമായ പ്രവർത്തനം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ഈ സമയം വരെ ഒരു തരത്തിലുള്ള സൂചനകളും ഈ വാഹനമുണ്ടോ എന്ന് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള സൂചനകളും ലഭിച്ചില്ല. പലതവണ റഡാർ
റഡാറുകളും മറ്റും ഉപയോഗിച്ച് വീണ്ടും പരിശോധന നടത്തിയെങ്കിലും കഴിഞ്ഞ ദിവസം ലഭിച്ച സിഗ്നലിനപ്പുറത്തേക്ക് ഈ വാഹനം തന്നെയാണ് എന്ന തരത്തിൽ കണ്ടെത്താകുന്ന ഒരു സിഗ്നലുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും ഇവിടെ മണ്ണ് കുഴിച്ചുള്ള പരിശോധന തന്നെ നടത്തേണ്ടി വരും എന്നാണ് പറഞ്ഞത്. നിലവിൽ ഇറ്റാച്ചികളും JCBകളും മാത്രം ഉപയോഗിച്ചാണ് പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 40 അടിയിലേറെ മണ്ണുണ്ട്. എത്ര ദിവസം കൊണ്ട് ഈ മണ്ണ് മാറ്റാനാകുമെന്നൊരു സംശയമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ MLA തന്നെ, കാർവാർ MLA തന്നെ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കും, ഡ്രഡ്ജിങ്ങിന് സമാനമായ ഉപകരണങ്ങളൊക്കെ ഇവിടേക്ക് എത്തിക്കും. അത് താഴെത്തട്ടിലേക്ക് പോയി ഖനനം ചെയ്യാനുള്ള ഉപകരണങ്ങളാണ് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറ്റാച്ചിക്ക് സമാനമായ എന്നാൽ കൂടുതൽ ദൈർഘ്യത്തിൽ മണ്ണ് നീക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഇന്ന് രാത്രിയോടെ എത്തിക്കും എന്നാണ് MLA പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നാളെ രാവിലെ മുതൽ ഇതുകൂടി ഉപയോഗിച്ചായിരിക്കും പ്രവർത്തനങ്ങൾ നടക്കുക, രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുക. അങ്ങനെയെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കാതെ അല്ലെങ്കിൽ സമയം ദൈർഘ്യമേറെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ ഈ കരയിലെയും പുഴയിലെയും പരിശോധനകൾക്കൊപ്പം അല്ലെങ്കിൽ ആ പുഴക്കരയിലെയും പരിശോധനകൾക്കൊപ്പം തന്നെ നാവികസേന പുഴയിൽ കൂടി പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയുള്ളതിനാൽ ആദ്യ മണിക്കൂറുകളിൽ സ്ക്യൂബ ഡൈവിംഗ് ടീമിന് ഈ പുഴയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ 10 മണിയോടെ ഈ ടീം മുഴുവനായി ഈ പുഴയിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്നും പരിശോധന നടത്തുകയും ചെയ്തു. ഇടയ്ക്കിടെ പെയ്ത മഴ ഒരു വലിയ പ്രതിസന്ധിയായി നിന്നിരുന്നു. കാരണം ശക്തമായ അടിയൊഴുക്കുള്ള മേഖലയാണിത്. സ്ക്യൂബ ഡൈവിംഗ് ടീം പലപ്പോഴും പുഴയിലേക്ക് ഇറങ്ങിയാൽ പോലും ഒഴുക്കിൽപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ പ്രതിസന്ധിയിലാവുന്ന സാഹചര്യങ്ങളൊക്കെ പലതവണ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി മഴ പെയ്യുന്ന സാഹചര്യം, ശക്തമായ കാറ്റുള്ള സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ പാതി വഴിയിൽ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാര്യമായ പരിശോധനകൾ നടത്താൻ നേവിക്ക് സാധിച്ചിരുന്നില്ല. 4 മണിയോടെ ഇവർ പരിശോധന അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും കരയിൽ നിന്നുള്ള അല്ലെങ്കിൽ പുഴയ്ക്കും കരയ്ക്കും ഇടയിലുള്ള സ്ഥലത്ത് നിന്നും മണ്ണെടുപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അല്പസമയം മുൻപാണ് ഈ മണ്ണെടുപ്പ് കൂടി അവസാനിപ്പിച്ചത്. ഇപ്പോഴും ഗുണകരമായ അല്ലെങ്കിൽ ശുഭകരമായ വാർത്തയിലേക്കോ സൂചനകളിലേക്കോ ഒന്നും എത്തിയിട്ടില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇനിയും വലിയ അളവിൽ അവിടെ നിന്നും മണ്ണ് നീക്കേണ്ടതുണ്ട്. കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള വസ്തുക്കൾ എത്തിച്ചാൽ മാത്രമേ, ഏതെങ്കിലും തരത്തിലുള്ള യന്ത്രങ്ങൾ എത്തിച്ചാൽ മാത്രമേ അടിയന്തരമായി അവിടെ നിന്ന് ഈ മണ്ണ് നീക്കാൻ കഴിയൂ എന്നാണ്. അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലും ഗുണകരമായി ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് വസ്തുത. 2 ചിത്രങ്ങൾ ലഭിച്ചിരുന്നു. ഒന്ന് അപകടം നടക്കുന്നതിന് മുൻപുള്ളതും അതോടൊപ്പം തന്നെ അപകടം നടന്നതിന് ശേഷമുള്ളതുമാണ്. പക്ഷേ അപകടം നടക്കുന്ന ആ സമയത്തുള്ള ചിത്രങ്ങൾ വ്യക്തമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കാർമേഘം മൂടിയ ഒരു അന്തരീക്ഷമായിരുന്നു, മഴയ്ക്ക് തൊട്ട് മുൻപുള്ള അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഈ ചിത്രങ്ങളിൽ വ്യക്തതയില്ല എന്നാണ് പറയുന്നത്. പിന്നീട് മറ്റൊരു ചിത്രം ലഭിച്ചിരിക്കുന്നത് ഈ അപകടത്തിന് ശേഷം നടന്നതാണ്. അപ്പോൾ അപകടത്തിന് മുൻപും അപകടത്തിന് ശേഷവുമുള്ള ചിത്രങ്ങൾ മനസ്സിലാക്കുമ്പോൾ വലിയ രീതിയിൽ ഒലിച്ച് പുഴയിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുഴ കരകയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ മറുവശത്ത്, അതായത് പുഴയുടെ മറുവശത്ത് കൂടി വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്ന് ചിത്രങ്ങളിൽ നമുക്ക് വ്യക്തമായിരുന്നു. കാരണം പല വീടുകളും തകർന്നൊരു സാഹചര്യമുണ്ട്. പുഴ കയറുകയും അവിടെ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും മണ്ണിടിയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിനിടയിലൊരു ആശങ്ക ഉണ്ടായിരുന്നത് ഇവിടെ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ളൊരു ആശങ്ക പ്രചരിച്ചിരുന്നു. നാട്ടുകാരൊക്കെ അത്തരത്തിലൊരു വലിയ ശബ്ദം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവാം. കാരണം കഴിഞ്ഞ ദിവസമാണ് ഒരു ഗ്യാസ് ടാങ്കർ ലോറി അല്ലെങ്കിൽ ഗ്യാസ് ടാങ്കർ സിലിണ്ടർ ഈ പുഴയിൽ നിന്നും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അതിന് മുൻപും അവിടെ ഗ്യാസ് ടാങ്കർ ഉണ്ടാവാം, അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള ആശങ്ക ഉയർന്നത്. അത്തരത്തിൽ നാട്ടുകാർ ചില സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്നാൽ അത്തരത്തിലൊരു ആശങ്കയുടെ ആവശ്യമില്ല എന്നുള്ളത് അല്പസമയം മുൻപ് MLAയും ഒപ്പം തന്നെ SP-യും ജില്ലാ പോലീസ് മേധാവിയും സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ കൃത്യമായി പറയുന്നു, ഒരു തരത്തിലുള്ള സ്ഫോടനവും ഉണ്ടായിട്ടില്ല. ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ 11 kV ലൈൻ, ഈ ലൈൻ അല്ലെങ്കിൽ വൈദ്യുതി ലൈൻ പൊട്ടിയുണ്ടായ
ശബ്ദം മാത്രമാണ് അത് സാധൂകരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പൊട്ടിത്തെറി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ലഭിച്ച മൃതദേഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെങ്കിലും ഈ കത്തിക്കരിഞ്ഞ നിലയിലേക്ക് കണ്ടെത്തേണ്ടതല്ലേ എന്ന ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും തീപ്പടർന്നുള്ള ഒരു ലക്ഷണവും അവിടെ ഇല്ലല്ലോ എന്ന ചോദ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമിടുകയാണ് ജില്ലാ പോലീസ് മേധാവിയും SP-യും. എന്തായാലും ഇപ്പോഴും ചില ആശങ്കകളുണ്ട്. കാരണം ഇപ്പോഴും രാവിലെ നമ്മളോട് സംസാരിച്ച രഞ്ജിത്ത് ചോദിച്ചത് എന്തിനാണ് ഇത്രത്തോളം ആളുകളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു. എന്തൊക്കെയോ മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊരു രീതിയിൽ ആളുകളെ കയറ്റിവിടാത്തത് എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ രക്ഷാപ്രവർത്തകരെ കയറ്റിവിടാത്ത ഇന്നലെ വരെ ഈ രക്ഷാപ്രവർത്തനത്തിനെല്ലാം നേതൃത്വം നൽകിയ ആളുകളെ ആ പ്രദേശത്തേക്ക് കടത്തിവിടാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരെ രാവിലെ ഇവിടെ എത്തിയപ്പോൾ തടഞ്ഞു. ജിതിനോടൊപ്പമുള്ള ബന്ധുവിനെയും മാത്രമാണ് ആ പ്രദേശത്തേക്ക് കടത്തിവിട്ടത്. ഇനി രക്ഷാപ്രവർത്തകരെ താൽക്കാലികമായെങ്കിലും കടത്തിവിടേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത്. കാരണം കരയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. ഇനി ഈ പുഴ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ അവരെ ഈ പുഴയിലേക്ക് ഇറക്കിയുള്ള പരിശോധന പ്രാവർത്തികമാക്കാനാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് ഇവർ ജില്ലാ കളക്ടറുമായി നേരത്തെ സച്ചിൻ ദേവും ഒപ്പം തന്നെ ലിൻഡോ ജോസഫും ഉൾപ്പെടെയുള്ള MLA-മാർ ഇവിടേക്ക് എത്തിയിരുന്നു. അവരെല്ലാം നമ്മളോട് പറഞ്ഞത് നിലവിൽ ഇവരെ അവിടെ നാവികസേനയുടെയും കരസേനയുടെയും പ്രത്യേക തരത്തിലുള്ള പരിശോധനകൾ നടത്തി വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ സമയം അനുവദിക്കണം. അതുകൊണ്ട് തന്നെ സിവിലിയൻസിനെ കൂടുതലായി അങ്ങോട്ടേക്ക് വിടേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് MLA പറഞ്ഞിരിക്കുന്ന അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ഒരു ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് കടത്തിവിടേണ്ടതില്ല എന്നൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് ആളുകളെ കടത്തിവിടേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ MLA-മാർ ഇവിടെ കാർവാർ MLA ഇപ്പോൾ സന്ദർശനം പൂർത്തിയാക്കി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം MLA AK അഷ്റഫുമുണ്ട്. അവർ ഇപ്പോൾ സന്ദർശനം പൂർത്തിയാക്കി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആദ്യഘട്ടം മുതൽ തന്നെ MLA ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. ഏത് രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്, ഏത് രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതും കാർവാർ MLA ആണ്. അദ്ദേഹം തന്നെയാണ് നേരത്തെ പറഞ്ഞത് എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി നടക്കുന്നുണ്ട്. ഈ അർജുൻ്റെ വാഹനം കണ്ടെത്തുന്നത് വരെയുള്ള പരിശോധന നടക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ മഞ്ചേശ്വരം MLA പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഇവിടെ എല്ലാവരുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. MLA വെളിപ്പെടുത്തും നാളത്തെ അപ്ഡേഷനും കൂടി. ഇന്നിപ്പോൾ നടത്തിയ തെരച്ചിലിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളൊക്കെ മാധ്യമങ്ങളെ കാണുന്നത് മുതൽ പറയുന്നൊരു കാര്യമാണ് ബൂം നിറയുന്ന ഒരു 3 മണിയോടുകൂടി അതിവിടെ എത്തും. അതുകൂടാണ്ട് MLA ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് നാളെ ഇതിലൊരു വലിയ പ്രത്യേകിച്ചൊരു കാര്യം നമ്മളെ സതീശേല MLA തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പുഴയിൽ ഗംഗാവളിയിൽ ആ സ്ഥലത്ത് തന്നെ നമ്മുടെ അർജുൻ്റെ ട്രക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മളാണ് മറ്റേ GPS-ൻ്റെ വെച്ചിട്ട് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഏതായാലും നാളെ അതേ സ്ഥലത്ത് MLA പറഞ്ഞ സ്ഥലത്ത് MLA കോർഡിനേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. MLA തന്നെ പറയും. നിങ്ങളിത് See, today we have made the arrangement of boom of 60 feet reach, and from the day one I was doubting this vehicle along with our 3 persons should be in river side. That was my knowledge. The landsliding, whenever happens, it pushes. It will not stand still on that particular place because it is not falling directly on the truck. It will come from the landsliding. So tomorrow we are doing that moment, and already we have bought the machinery and we have loaded. I have shown you which
all police people made the arrangement to deliver the vehicle without any having problem in turning and all, because it is a 60 feet. Okay. And now it is almost reaches Yellapur. Dharwad, it is there. Dharwad, from Dharwad to Yellapur, Yellapur to Baliguli, and Baliguli to here. We are, and our district administration, police department, we are working on that. And this boom, I have ordered 2 numbers, but because of the traffic should not jam, he told that one by one we will make the movement. And morning by 6:30, we will start our work. I am also reaching at morning 6:30 here in the spot, and we will do our best possible from tomorrow, making bed and all these things, riverside. Yeah, Ranjit will be there, boss. I have taken him today also. When he told, I took him. See, unnecessary, you should not have any doubt on that here. Okay, we will, whenever he told, I have sent his message to SP also that he should allow. And we don't want more people. If the more people are coming from that side also, but they should be authorized by the department from Calicut or wherever the person, Arjun's area, district. Unnecessary, suppose something happens wrong, again it will create one more issue, which we don't want. If they are caliber for driving also, I have taken their ID and all these things. 4 people are driving people. Tomorrow we will take their shelter also, their help also in this. Okay, along with our gentlemen. How many people you give permission? No, if your department is giving 50 people also, we will allow 50 people. If your department is giving 25 people, we will allow 25 people. See, whoever is the expertise, them only we have to take. Along with you, I came, or he came, or sir came, or this guy came, and something, he is not practical, then it will be a problem. But from the government of Kerala also, I am requesting, please coordinate. We are doing our well efforts for this, and I am telling you, not only one guy, we have another 3 people. One Jagannath and one Lokesh, and your person 3. And this Sunny Gowda, today we got near Belambar. Okay. Now 3 people, we are making our own efforts. And all 3 people, Jagannath. ശരി, അർജുനായുള്ള തിരച്ചിൽ 8ാം ദിവസവും പ്രതീക്ഷയേറ്റ് അവസാനിച്ചിരിക്കുകയാണ്. തിരച്ചിലിന് നാളെ കൂടുതൽ യന്ത്രങ്ങൾ കൊണ്ടുവരും. മികച്ച രീതിയിലുള്ള തിരച്ചിലാണ് അവിടെ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ കാർവാർ MLA സതീഷ് സെയിൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹത്തോടൊപ്പം തന്നെ MLA AKM അഷ്റഫും ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളും നമ്മൾ കേട്ടതാണ്. എന്താണെങ്കിലും ദൗത്യം ഇന്ന് പ്രതീക്ഷയുടെ ഒരു ദിവസം കൂടി അസ്തമിക്കുകയാണ്. നാളെ എന്താണെങ്കിലും ഒരു സൂചനയിലേക്കൊക്കെ എത്തും കാര്യങ്ങൾ എന്നാണ് നേതാക്കളെല്ലാം പറയുന്നത്. അർജുൻ്റെ കുടുംബവും ഇന്ന് വളരെ പ്രതീക്ഷയോടെ പ്രതികരിച്ചിരുന്നു. എന്താണെങ്കിലും നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഇനി കാത്തിരിക്കാം.